ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കടല തലേദിവസം വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. ഇത് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് വെക്കാം. കടലയും കായും കൂടിയാണ് ഇന്ന് കറി വയ്ക്കുന്നത്. അതിന് കായ അരിഞ്ഞ് നമുക്ക് ഉപ്പുവെള്ളത്തിൽ ഇട്ടുകയാണെങ്കിൽ കറ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സീൻ്റെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കടല നന്നായി വെന്ത് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. വെന്ത കടലയിലേക്ക് വാഴയ്ക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിന് കടുക്, കറിവേപ്പില, ഉള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. വാഴയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വാഴയ്ക്കയും കടലയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് വറുത്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കടുകും എല്ലാം മൂപ്പിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 അപ്പം ചുട്ടെടുക്കാം. മാവിലേക്ക് ഉപ്പൊഴിച്ചിളക്കി ഇനി ചട്ടി വെച്ച് അതിനകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂ പോലത്തെ നല്ല സോഫ്റ്റ് അപ്പം. നമുക്ക് കറി ഒഴിച്ച് അപ്പത്തിൻ്റെ കൂടെ കടലക്കറി, വാഴയ്ക്കയും ചേർത്ത കടലക്കറി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.